ഇന്നലെ രാത്രി ഒരു 8:30 ഞാൻ മോളെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന സമയത്ത് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നത് മാത്രം കണ്ടു. എന്താണെന്നുള്ളത് ഭയങ്കര പെട്ടെന്ന് ഷോക്കായി. ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരൻ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് വെച്ച് സിസ്റ്റർ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് വെച്ചു. ഞാൻ വേഗം തന്നെ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെ നിർത്തി. പിന്നെ അവിടെ നിന്ന് ഒരു സാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് പിടിച്ച് കയറ്റി. കടവന്ത്രയിൽ ഇന്നലെ രാത്രി 8:30 ഈ ഒരു അപകടം നടന്നത്. കറണ്ട് ഇല്ലാത്തൊരു സമയമായിരുന്നു. നല്ലൊരു മഴ പെയ്ത് ചോരുന്ന ഒരു സമയത്തായിരുന്നു കാർ ഈ കനാലിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കാർ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇവിടെ കൈവരിയോ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ കറണ്ടും ഇല്ലാത്തൊരു സാഹചര്യമായതിനാലാണ് കാർ ഈ കനാലിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മട്ടാഞ്ചേരി സ്വദേശിയാണ് കാർ ഓടിച്ചിരുന്നത്. എന്നാൽ പരിക്കൊന്നും തന്നെ ഇല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചു. ഇനിയും വലിയൊരു അപകട മേഖല തന്നെയാണിത്. രാത്രി സമയങ്ങളിലൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കൈവരി ഇല്ലാത്തതുമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഈ ഒരു അപകടം നടന്ന സമയത്ത് ഇവരെ രക്ഷപ്പെടുത്താനുണ്ടായൊരു ചേച്ചി നമ്മുടെ കൂടെ ചേരുകയാണ്. ഈ എന്തായിരുന്നു സംഭവം? ഇന്നലെ രാത്രി ഒരു 8:30 ഞാൻ മോളെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന സമയത്ത് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നത് മാത്രം കണ്ടു. എന്താണെന്നുള്ളത് ഭയങ്കര പെട്ടെന്ന് ഷോക്കായി. ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരൻ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് വെച്ച് സിസ്റ്റർ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് വെച്ചു. ഞാൻ വേഗം തന്നെ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെ നിർത്തി. പിന്നെ അവിടെ നിന്ന് ഒരു സാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് പിടിച്ച് കയറ്റി. പക്ഷേ താഴേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും കാറിലേക്ക് കുറേ വെള്ളം കയറി. പക്ഷേ പുള്ളിക്കാരൻ ഓക്കെ ആയിരുന്നു. പുള്ളിക്കാരൻ ഇച്ചിരി കൂടി നല്ല ഇതായിട്ട് കയറി. ഒരു കൈവരി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇത് ഒന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. ഇത് ഒന്നാമത് ഇരുട്ടും കൂടി മഴ തോർന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? അപ്പോൾ ഗൂഗിൾ മാപ്പ് ബാക്കിലേക്ക് അങ്ങനെ പോയതാന്ന് പറഞ്ഞു. പക്ഷേ മുഴുവനായിട്ട് കാർ പോയില്ല, ചരിഞ്ഞാൽ പോയത്. ചരിഞ്ഞതുകൊണ്ടിട്ട് പുള്ളിക്കാരൻ രക്ഷപ്പെടാൻ പറ്റി. ഇതിന് മുന്നേ ഇങ്ങനെ എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പേര് എന്തോ വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് ക്രെയിൻ വന്നല്ലോ, കാർ അവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആ വണ്ടിയും ഇതുപോലെ രാത്രി 2 മണിക്ക് പക്ഷേ മോൻ പറയുന്നുണ്ടായിരുന്നു. അതും ഒരു ചെറിയൊരു ഇത് വന്നുണ്ട്. പിന്നെ അവിടുത്തെ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി പിടിച്ച് സെറ്റായിരുന്നു പറഞ്ഞു. 2 മണിയൊക്കെ ആയപ്പോഴേക്കും. എന്നാലും പിന്നെയും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു അപകട ഭീഷണി തന്നെയാണ് ഈ ഒരു മേഖല സൃഷ്ടിക്കുന്നത്. ഇതിന് മുന്നേയും ഇങ്ങനൊരു അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ ഈ ഒരു കൈവരിയില്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കുട്ടികൾ എല്ലാവരും ഇതിലേക്കൂടെ പ്രായമായവരും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അറിയാത്തവർ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൈവരിയില്ലാതെ ഈ കനാലിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഇതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഈ ഒരു ശ്രദ്ധ ഇതിലേക്ക് വരേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.